അമേരിക്ക ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾക്ക് രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിലും വിശുദ്ധ നഗരമായ ഖോമിലും നടന്ന വിലാപയാത്രകൾ വൻ രാഷ്ട്രീയ നയതന്ത്ര ശക്തി പ്രകടനമായി മാറിയിരുന്നു. വിലാപയാത്രയിലുടനീളം ട്രംപിനെതിരെ വധഭീഷണി മുഴക്കിയ ജനക്കൂട്ടം അമേരിക്കയ്ക്ക് മരണമെന്ന കൂറ്റൻ ബാനറും ഉയർത്തി. കൂടുതൽ വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. രാജ്യത്തിന്റെ പരമാധികാരവും അമേരിക്കയോടുള്ള കടുത്ത പ്രതിരോധവും ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കാനുള്ള വേദിയായി ഇറാൻ ഈ വിലാപയാത്രയെ മാറ്റി തീർത്തിരിക്കുകയാണ്. തെഹ്റാനിലൂടെ ഖാംനയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം നീങ്ങിയപ്പോൾ വൻ ജനക്കൂട്ടം ഒന്നടങ്കം ഡെത്ത് ടു അമേരിക്ക, അമേരിക്കയ്ക്ക് മരണമെന്ന മുദ്രാവാക്യം മുഴക്കി. തെഹ്റാനിലെ പ്രശസ്തമായ ഇമാം ഹുസൈൻ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച് ആസാദി സ്ക്വയറിലേക്ക് നീങ്ങിയ 10 കിലോമീറ്റർ നീളമുള്ള വിലാപയാത്രയിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ ജനക്കൂട്ടത്തിനിടയിൽ രക്തസാക്ഷിത്വത്തെയും പ്രതികാരത്തെയും സൂചിപ്പിക്കുന്ന ചുവന്ന കൊടികളും ഉയർന്നു നിന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ കടുത്ത മുദ്രാവാക്യങ്ങളാണ് വിലാപയാത്രയിലുടനീളം ഉയർന്നത്. ട്രംപിന്റെ ചിത്രം പതിച്ച വലിയ പരസ്യ ബോർഡുകൾക്ക് നേരെ ജനങ്ങൾ കല്ലെറിയുകയും അമേരിക്ക ഞങ്ങളുടെ പിതാവിനെ കൊന്നു, ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തുകയും ചെയ്തു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ, ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ഇസ്മായിൽ ഖാനി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ജനങ്ങൾക്കൊപ്പം വിലാപയാത്രയിൽ കാൽനടയായി പങ്കെടുത്തു. എന്നാൽ പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ മകൻ മുജ്തബ ഖാംനെയി പിതാവിന്റെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയില്ല. ഇറാനിലെ വിലാപയാത്രകളിൽ മുഴുങ്ങിക്കേട്ട ഡെത്ത് ടു അമേരിക്ക, പേർഷ്യൻ ഭാഷയിൽ മർഗബർ അമേരിക്ക എന്നത് കേവലം ഒരു താൽക്കാലിക പ്രതികരണമല്ല, മറിച്ച് ദശാബ്ദങ്ങളുടെ ചരിത്രമുള്ള ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന്റെ കാലം മുതലാണ് ഈ വാചകം ഇറാന്റെ ഔദ്യോഗിക രാഷ്ട്രീയ ശൈലിയുടെ ഭാഗമാകുന്നത്. ഭൂരിഭാഗം പാശ്ചാത്യ നിരീക്ഷകരും ഇതിനെ അമേരിക്കൻ ജനതയോടുള്ള കൊലവിളിയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് ഇത് അമേരിക്കൻ ജനതയ്ക്കല്ല, മറിച്ച് വാഷിംഗ്ടണിന്റെ സാമ്രാജ്യത്വ നയങ്ങൾക്കും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലുകൾക്കുമെതിരെയുള്ള രാഷ്ട്രീയ പ്രതിഷേധമാണ്. 1953 ഇറാനിലെ ജനാധിപത്യ സർക്കാരിനെ US രഹസ്യാന്വേഷണ ഏജൻസിയായ CIA അട്ടിമറിച്ചത് മുതൽ തുടങ്ങിയ അമേരിക്കൻ വിരുദ്ധതയാണ് ഈ മുദ്രാവാക്യത്തിന്റെ യഥാർത്ഥ ഉത്ഭവം. ഖാംനെ തന്റെ പ്രസംഗങ്ങളിൽ അമേരിക്കയെ പലപ്പോഴും ദ ഗ്രേറ്റ് സാത്താൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഖാംനയുടെ മരണത്തോടെ തങ്ങളുടെ വിപ്ലവ വീര്യം ചോർന്നു പോയിട്ടില്ല എന്ന് കാണിക്കാനാണ് ഇറാൻ ഭരണകൂട അനുകൂലികൾ ഇപ്പോൾ ഈ മുദ്രാവാക്യം വീണ്ടും ശക്തമായി തെരുവുകളിൽ അലയടിപ്പിക്കുന്നത്. തെഹ്റാനിലെ വിപുലമായ ചടങ്ങുകൾക്ക് ശേഷം ജൂലൈ 6 രാത്രിയോടെ തന്നെ ഖാംനയുടെ ഭൗതിക ശരീരം ഹെലികോപ്റ്റർ വഴി ഇറാന്റെ രണ്ടാമത്തെ വലിയ വിശുദ്ധ നഗരമായ ഖോമിലേക്ക് എത്തിച്ചിരുന്നു. ഖാംനെ തന്നെ മതപഠനം പൂർത്തിയാക്കിയ നഗരം കൂടിയാണ് ഖോം. ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകൾക്ക് ശേഷം ഭൗതിക ശരീരം ഇറാഖിലെ പുണ്യസ്ഥലങ്ങളായ നെജാഫ്, കർബല എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷദിൽ ഔദ്യോഗിക സംസ്കാരം നടക്കുക.